ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറേ മെസ്സേജ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാംസങ് S23 അൾട്ര എടുക്കണോ, S24 അൾട്ര എടുക്കണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ S23 സീരീസിൽ ഇഷ്ടം പോലെ ഗ്രീൻ ലാൻഡ് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് എല്ലാ ഡിവൈസുകൾക്കും വരുന്നുണ്ട്. നോർമൽ S23 മാത്രമല്ല, S23 പ്ലസിനും വരുന്നുണ്ട്, S23 അൾട്രയ്ക്കും എല്ലാത്തിനും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏത് ഡിവൈസ് ആണോ ഔട്ട് ഓഫ് വാറണ്ടി അതാണ് വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ വാറണ്ടിയിലാവുമ്പോൾ ഈ സംഭവം വരുന്നില്ല. ഇതിപ്പോൾ നോർമലി ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം മുകളിലുള്ള ഡിവൈസുകൾക്കൊക്കെയാണ് മെയിനായിട്ട്, അതാണ് മേജറായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു ബൾക്കായിട്ടൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ആവുന്നത് നമ്മുടെ എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു കണ്ടു. നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു കണ്ടു നോക്കട്ടെ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ S23 നോർമൽ S23 അൾട്രയിലെ മാർച്ചിൻ്റെ അപ്ഡേറ്റിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ 1 way ബീറ്റാൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തൊരു പോയി കണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി 2025 ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏപ്രിൽ 2025 നിങ്ങൾ ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, S23 അൾട്ര എടുക്കണം, S24 അൾട്ര എടുക്കണം. ഇപ്പം എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സാധനം S23 അൾട്ര എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ S23 അൾട്രൻ്റെ ഓൾറെഡി S25 ഇറക്കിയപ്പോൾ തന്നെ ആക്ച്വലി സാംസങ് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒന്നെങ്കിൽ പഴയ സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പോൾ ആമസോണിലടക്കം നല്ല പുതിയ സ്റ്റോക്കുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആമസോണിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലത്തെയും ഓൾമോസ്റ്റ് 99% ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കടയിൽ പോയിട്ട് ചില സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞാലും മിക്കതും അവിടുത്തെ പഴയ സ്റ്റോക്ക് ആയിരിക്കാനാണ് ചാൻസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ പഴയ സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ച് പുലിവാലകളൊക്കെ ഉണ്ട്, ബാറ്ററി ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2025 എന്തായാലും S23 അൾട്ര എടുക്കാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. പോരാത്തിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാസീവായിട്ട് ഇഷ്യൂസ് നിങ്ങൾ പോരാത്തിന് പുതിയ എടുക്കുമ്പോൾ ഔട്ട് ഓഫ് വാറണ്ടിയിലായിരിക്കും. അപ്പോൾ ഇഷ്യൂ ഇല്ല. പക്ഷെ കുറേ പേര് സെക്കൻഡ്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ്സ് എടുക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. S23 അൾട്ര പ്രത്യേകിച്ച് വാറണ്ടി കഴിയാറായിട്ട് നിൽക്കുന്നതും അത് മുങ്ങിയ വാറണ്ടി ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കാനേ പോകണ്ടെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് S23 സീരീസ്. അപ്പോൾ ഒരിക്കലും എടുക്കാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ എപ്പോഴും S24 അൾട്ര എടുക്കായിരിക്കും നിങ്ങൾ കുറച്ചുകൂടി നല്ലത്. പ്രത്യേകിച്ച് ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. 98,000 നമുക്ക് വിത്തൗട്ട് ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആമസോൺ കടയൊക്കെ ഉണ്ടെങ്കിൽ 10,000-3000 അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 95,000 നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 കളേഴ്സും ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ എടുത്തതിൻ്റെ ആമസോണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക എല്ലാ സംഭവങ്ങളും ഇപ്പോൾ പുതിയ നമ്മുടെ 13R വീഡിയോ നിങ്ങൾ കാണാൻ അത്രയും വേണ്ടാവും, നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആമസോൺ തന്നെയാണ്. ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മോട്ടോറോള ഓർഡർ ചെയ്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് വെച്ചാൽ അവന്മാർ എനിക്ക് അത്യാവശ്യം വിശ്വാസമല്ല. ഓൾറെഡി അവന്മാർ 3 വട്ടം പണി തന്നിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട വെച്ചു. എന്ന് വെച്ചാൽ മോട്ടോറോള നമുക്ക് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ കിട്ടുള്ളൂ ഡയറക്റ്റ്. അപ്പോൾ ഞാൻ S24 അൾട്ര ബേസ് വേരിയൻ്റ് വരുന്നത് 12GB 256GB നിങ്ങൾക്ക് അറിയിക്കും. അത് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ടൈറ്റാനിയം ഗ്രേ അവൈലബിൾ ആണ്. പിന്നെ ടൈറ്റാനിയം ബ്ലാക്ക് അവൈലബിൾ ആണ്. 2 കളറിനെ ഉള്ളൂ കേട്ടോ. പിന്നെ S24 പ്ലസും +24 പ്ലസും 58 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് 12GB 256GB വരുന്നുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2-3 മോഡലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും S24 സീരീസിലത്തെ ഏതെങ്കിലും എടുക്കാം കേട്ടോ. അൾട്ര എടുക്കുകയാണെങ്കിൽ എന്തായാലും S24 സീരീസ് തന്നെ എടുത്താൽ മതി. S24 അൾട്ര ഈ പ്രൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെ. ഇപ്പോൾ സ്റ്റോക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. സെല്ലർ നോക്കാൻ മറക്കണ്ട. അവർ ഒഫീഷ്യൽ ഓതറൈസ് സെല്ലറാണോ നോക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് ആ സോൾഡ് ബൈ നോക്കിക്കഴിഞ്ഞാൽ അതിൽ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നോർമലി ചെയ്യാറുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഞാൻ നോർമലി ആമസോണിൽ ഇതേപോലെ ഫോണോ അല്ലെങ്കിൽ ഹൈ പ്രൈസ് സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ കസ്റ്റമർ കെയറിനെ കൊണ്ടുവച്ചിട്ട് ഇതേപോലെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ ആയിട്ടുള്ള എന്താ പറയുക സീൽഡ് ആയിട്ടുള്ള പാക്ക് തന്നെ അറിയിക്കണം. അവരൊരു ഒരു പ്രിക്കോഷൻ പോലെ നമ്മൾ ഓൾറെഡി ഷിപ്പിങ്ങിനായിട്ട് മുമ്പ് എടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സെലറായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഉറപ്പ് പോലെ സംഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയില്ല, ആമസോണിൽ ഇപ്പോൾ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ആ സംഭവം എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈ പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ട് ആമസോണിൽ ഒരു ടൈപ്പ് സംഭവം അതുപോലെ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഉള്ള സാധനം ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു സെക്യൂരിറ്റി മെഷറാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ആമസോണിൽ ഈസി ആയിട്ട് ചാറ്റ് തന്നെ ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എന്താ പറയുക അതുപോലെ സെല്ലറിനെ അറിയിക്കാനൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് 100% പ്രൂഫ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും എനിക്കിതുവരെയായിട്ട് ഒരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ S24 സീരീസ് എടുക്കായിരിക്കും നല്ലത്. S24 അൾട്ര ആയിക്കോട്ടെ, S24 പ്ലസ് ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു S24 നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ അത് ടാഗ് ചെയ്യാൻ പറ്റണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് എന്ന് വെച്ചാൽ ഞാൻ S23 എന്തായാലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയാലും ഒറിജിനലിൽ എന്തായാലും ചിലപ്പോൾ കടയിൽ ഈ സ്റ്റോക്ക് ഉള്ളത് ഉണ്ടാവും. അതായാലും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് S24 എടുക്കായിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ
ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഉണ്ടാകുന്ന നമുക്ക് ചില സമയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആപ്പിൾ K+ പോലെ തന്നെ സാംസങ്ങിന് K+ പ്ലാനൊക്കെ ഉണ്ട്. ഒരു കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 6800 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ആപ്പിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതെൻ്റെ 15 സീരീസിന് എൻ്റെ വാറണ്ടി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഒരു 13-14 കാണിക്കുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി. എടുക്കുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ സാംസങ് ആകുമ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ ഫോൺ വാങ്ങിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള മൈ ഗാലക്സി ആപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ നോക്കുന്ന അങ്ങനെ എടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏത് ബ്രാൻഡായാലും ഇപ്പോൾ അതിലും ബെറ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ OnePlus 13 അതൊക്കെ എടുക്കുക വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ഗ്രീൻ ലൈൻ വാറണ്ടി വരുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇഷ്യൂ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം അത്. അപ്പോൾ ഇത് സാംസങ് മാത്രമൊന്നുമല്ല, എല്ലാം ഈ കൂറായാലും ആപ്പിളായാലും വേറെ ഏത് സുഖമായാലും ഇന്ത്യക്കാരെ സുഖമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ പറ്റിക്കാൻ ഭയങ്കര സുഖമാണല്ലോ. അപ്പോൾ ബ്രാൻഡ് മാത്രമല്ല എല്ലാവരും പറ്റിക്കുന്നുണ്ടല്ലോ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ എല്ലാം അങ്ങനത്തവരും പറ്റിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ലീഗലി മൂവ് ചെയ്യുക അല്ലാണ്ട് നമുക്കിത് മാസീവായിട്ട് വരുന്നവരെല്ലാവരും ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്യാണ്ട് നമ്മൾ ഈ കമ്പനികളെ എക്സ്പ്ലോർ ചെയ്യുന്നത് നിർത്താനൊന്നും പോകുന്നില്ല. അത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇനി S56 ഇറങ്ങിയാൽ ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നീ വാങ്ങിക്കുകയാണെങ്കിൽ S23 സീരീസ് വാങ്ങിക്കേണ്ട കേട്ടോ, S24 വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കുന്ന ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ നോക്കാൻ മറക്കണ്ട, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.